2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ ഉടനീളമുള്ള 140 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ നിർണായകമായിട്ടുള്ള ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന നിരവധി സ്ഥലങ്ങൾ കേരളത്തിൽ നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ ദേശീയ സർവേ റിസൾട്ടുകൾ വച്ച് ഇപ്പോൾ പുറത്തു വരുന്ന പല കണക്കുകളും നോക്കുമ്പോഴത്തേക്കും നിർണായക ഘട്ടത്തിലുള്ള സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാലക്കാട് എന്ത് തരം അട്ടിമറിയായിരിക്കും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാനായി പോകുന്നത് എന്ന് തന്നെയാണ് നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ അട്ടിമറികൾ നടക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് എന്ന കാര്യത്തിൽ സംശയമില്ല. പാലക്കാട് BJP അതോടൊപ്പം തന്നെ UDF LDF ത്രികോണ പോരാട്ടമായി കാര്യങ്ങൾ മാറുമെന്നുള്ളത് വളരെയധികം വ്യക്തമാണ്. അതായത് പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു ഇഷ്യൂ അത് ഇല്ലായിരുന്നെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ഒരു ടെൻഷൻ അടിക്കേണ്ടതായിട്ടില്ലാത്ത ഒരു മണ്ഡലമായി മാറിയേനെ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ വളരെ വലിയ തോതിൽ തന്നെ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. ആ പാലക്കാട് ഇത്തവണ എന്ത് തരം നീക്കമായിരിക്കും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കാൻ പോകുന്നത്, അതോടൊപ്പം തന്നെ തിരിച്ച് BJP അതോടൊപ്പം തന്നെ LDFിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യം തന്നെയാണ്. അതിനിടയിൽ തന്നെ വന്ന സർവേ റിസൾട്ടുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും പാലക്കാട് അട്ടിമറി സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ UDFന് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് കണക്ക് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത്. അതായത് UDFനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു വിജയ ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ UDFന് കൊടുത്തിരിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് 40% അടുപ്പിച്ച് ഒരു വിജയ ശതമാനമാണ് അവിടെ സാധ്യതയായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അതേസമയം BJP സംബന്ധിച്ചിടത്തോളം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന BJP സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ 39% അടുപ്പിച്ച് വിജയസാധ്യത അവിടെ നൽകുന്നുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം 21% അവിടെ ഒരു വിജയസാധ്യത നൽകിയിരിക്കുന്നതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു പോരാട്ടം നടക്കുമെന്നത് വ്യക്തമാണ്. അതുമാത്രമല്ല പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ സ്ഥാനാർത്ഥി നിർണയം ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും അവിടെ UDF സ്ഥാനാർത്ഥി അതോടൊപ്പം തന്നെ BJP സ്ഥാനാർത്ഥി വളരെയധികം നിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം BJP സ്ഥാനാർത്ഥിയായിട്ട് പല പേരുകളും അവിടെ വരുന്നുണ്ടെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാനായിട്ടുള്ള ഒരു പുറപ്പാടിലാണ് എന്ന തരത്തിലൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ അവിടെ ഏകദേശം വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശോഭയാണ് അവിടെ മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതെങ്കിൽ തീർച്ചയായിട്ടും പല അട്ടിമറിയും പ്രതീക്ഷിക്കാമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് തരം മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്, അവിടെ ഈ പറയുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടം അവിടെ മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അതല്ല അവിടെ ഒരു അട്ടിമറി നീക്കം കോൺഗ്രസിനുള്ളിൽ സംഭവിക്കുമോ, പല രീതിയിലുമുള്ള തിരിച്ചടി നേരിടേണ്ടി വരുന്ന സാഹചര്യം അവിടെ കോൺഗ്രസിനുണ്ടാകുമോ, LDF നീക്കം എന്തായിരിക്കും? ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് LDFിൻ്റെ വോട്ടാണ്. LDF വോട്ടുകൾ എങ്ങനെയായിരിക്കും? LDF പാർട്ടിക്ക് തന്നെ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അതോ അത് BJPയിലേക്കോ കോൺഗ്രസിലേക്കോ മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ എന്നുള്ളത് വ്യക്തമായി പറയാൻ സാധിക്കും. LDF കാൻഡിഡേറ്റായിട്ട് അവിടെ നിർത്തുന്ന ആളാര് എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തം തന്നെയാണ്. എന്തായാലും 2026 തെരഞ്ഞെടുപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ അട്ടിമറി നടക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് പാലക്കാട് മാറുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ്. അതിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന മാറ്റം? UDF ആ സീറ്റ് നിലനിർത്തുമോ, അതല്ല അവിടെ ഒരു BJP അട്ടിമറി വിജയം പ്രതീക്ഷിക്കാമോ, അതല്ല അവിടെ LDFന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ പല നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവിടെ UDF തന്നെയായിരുന്നു വിജയിച്ച് കയറിയത് എന്നുള്ളത് വ്യക്തം തന്നെയായിരുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും. പക്ഷേ അതിനെല്ലാം തന്നെയും വെല്ലുന്ന തരത്തിൽ ഒരു
ടെൻഷനോട് കൂടിയ ഒരു തെരഞ്ഞെടുപ്പായിട്ട് പാലക്കാട് മണ്ഡലം ഇത്തവണ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ അവിടെ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നുള്ളത് വ്യക്തം തന്നെയാണ്. അതായത് BJP അത്രയ്ക്കും ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താൻ തീരുമാനിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് കോൺഗ്രസിനെ നിലവിലത്തെ സാഹചര്യത്തിൽ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസ് അതിനെ മറികടക്കാനായിട്ട് ആരെ കൊണ്ടുവരും? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായി നിലനിൽക്കുന്നത്. അതേസമയം LDF വോട്ടുകൾ എങ്ങനെ മാറും, LDF ഏത് സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നു എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കടുകട്ടി മത്സരം നടക്കാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ്, ഒരു മണ്ഡലം തന്നെയാണ് പാലക്കാട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ത്രികോണ പോരാട്ടമായി തന്നെ കാര്യങ്ങൾ മാറും. സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ അവിടെ ഒരു നേരിയ തോതിലുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു മുൻതൂക്കം മാത്രമാണ് UDFന് നിലവിലത്തെ സാഹചര്യത്തിൽ നൽകിയിരിക്കുന്നത്. അവിടെ BJP UDF ടൈറ്റ് ഫൈറ്റായിട്ടായിരിക്കും കാര്യങ്ങൾ മാറുന്നത്. സ്ഥാനാർത്ഥി നിർണയം കൂടി ഒഫീഷ്യലായിട്ട് 3 പാർട്ടികളിലെയും കൂടി തീരുമാനിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും തകിടം മറിയുന്ന കണക്ക് വോട്ടുകൾ മാറാനായിട്ട് സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു റിയലായിട്ട് ജനങ്ങൾ എന്ത് തരം വിധി എഴുതുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും 2026 തെരഞ്ഞെടുപ്പ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കടുത്ത ത്രികോണ പോരാട്ടമായി മാറും. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്നത്. അത് UDF നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോൾ ഭൂരിപക്ഷം UDFന് വിജയിച്ചാൽ പോലും ഇത്തവണ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാട്ടിലും ഭൂരിപക്ഷം നേടാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ, അതല്ല ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുമോ, ഒരു അട്ടിമറി അവിടെ സംഭവിക്കുന്ന തരത്തിലോട്ട് BJP കാര്യങ്ങൾ മാറ്റുമോ, LDFന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടമുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.